ചിലർ അങ്ങനെയാണ്, അയാൾക്ക് പകരമായി മറ്റൊരാൾ ഉണ്ടാവില്ല. അങ്ങനെ മലയാളികൾക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത അതുല്യ പ്രതിഭയാണ് KJ യേശുദാസ്. ഭക്തിസാന്ദ്രമായി നടയടയ്ക്കാൻ ശബരിമലയിൽ വർഷങ്ങളായി മുഴങ്ങുന്ന ഹരിവരാസനം ഗാനം പോലെ യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മളെ അലിയിക്കുന്ന മാന്ത്രികയിൽ ഒരു പാട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായി നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പാട്ടുകൊണ്ട് ഗാനഗന്ധർവൻ പട്ടം നേടിയ ഗായകനല്ല യേശുദാസ്. തൻ്റെ 84-ാം വയസ്സിനുള്ളിൽ 80,000-ത്തിലധികം പാട്ടുകൾ പാടിയാണ് ഗാനഗന്ധർവനായി KJ യേശുദാസ് മാറിയത്. ഇന്ന് പലരും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരവസരത്തിനായി കാത്തിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റഫി പാട്ട് കേട്ട് സിനിമയെ സ്നേഹിച്ച ഫോർട്ട് കൊച്ചിക്കാരൻ കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് അവസരങ്ങൾക്കായി ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. പിന്നീട് ദയ തോന്നി MV ശ്രീനിവാസൻ വെച്ചു നീട്ടിയ ഒരു ചെറിയ പാട്ട് ഭരണി സ്റ്റുഡിയോയിൽ 1961 നവംബർ 14 റെക്കോർഡ് ചെയ്യപ്പെട്ട 21-കാരൻ്റെ 4 വരി ഗുരുസ്തോത്രം ഒരു ഐതിഹാസിക യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. ഒരുപക്ഷെ ഇന്നാവും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജനുവരി 10. പക്ഷേ മലയാളികൾക്ക് ഗാനഗന്ധർവനായി വന്നത് നവംബർ 14 ഒരു ദിവസം 11 പാട്ടുകൾ പാടിയ കാലം, അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഗാനങ്ങൾ, മറ്റൊരാൾക്ക് വീണ്ടും ഒരാവർത്തി പാടാൻ പറ്റാത്ത വിധം ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില യുണീക്ക് ഗാനങ്ങൾ. ഇളയരാജ പോലും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മോശം പാട്ടുകൾ പോലും യേശുദാസ് പാടി പൊന്നാക്കുമെന്ന്. ഗാനഗന്ധർവനായി 84-ാം വയസ്സിലും അദ്ദേഹത്തിന് പാട്ടിനോടുള്ള പ്രണയം അവസാനിച്ചിട്ടില്ല. മഹാഗായകൻ ഇന്നും ഒരു കുട്ടിയെപ്പോലെ സംഗീത പരിശീലനത്തിലാണ്. 4 വർഷമായി കേരളത്തിൽ അദ്ദേഹം ഇല്ലെങ്കിലും അമേരിക്കയിലെ വീട്ടിൽ പാട്ടിന് വിശ്രമമില്ല. സുഹൃത്തുക്കളുമായി ദിവസവും സംഗീത ചർച്ചയുണ്ടാകും. ജന്മദിനത്തിലെ പതിവ് മൂകാംബിക യാത്ര കോവിഡ് വരവോടെ നിന്നു. സൂര്യമേളയിലും ഇടവേളയെടുത്തു. പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഗന്ധർവനാദം കേൾക്കാതെ ഒരു ദിനം പോലും കടന്നു പോകുകയില്ല മലയാളിക്ക്. പ്രിയ ഗാനങ്ങളുടെ ലിസ്റ്റിൽ ഒരു ദാസേട്ടൻ പാട്ടാവില്ല, പലർക്കും പല പാട്ടുകളാകും. ഏതുതരം ഗാനത്തെയും ഏതുതരം കേൾവിക്കാരനെയും അനായാസം പിടിച്ചിരുത്തുന്ന പ്രതിഭ. ഗായകനായ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിൻ്റെയും മകനായിരുന്നു KJ യേശുദാസ്. സംഗീത പഠനത്തിനിടെ 1949 9-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അച്ഛനിൽ നിന്നും തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത പഠനം. സ്കൂൾ കാലത്ത് സംസ്ഥാന യുവജനോത്സവങ്ങളിലും മറ്റും ലളിതഗാനത്തിന് സമ്മാനം നേടിയിരുന്നു. കർണാടക സംഗീതത്തിലെ മുടിചൂടാ മന്നനായിരുന്ന ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലും ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുകയുണ്ടായി. പഠനകാലത്ത് ആദ്യത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനാലാപനത്തിൽ 1-ാം സ്ഥാനം നേടിയിരുന്നു. ഗാനഭൂഷണം പാസ്സായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട്. മാപ്പിളക്കേന്ത് സംഗീതം എന്ന പുച്ഛിച്ച അധ്യാപകനോടുള്ള വാശിയാണ് കുട്ടിക്കാലത്ത് സംഗീതം വശത്താക്കാൻ പ്രേരണയായതെന്ന് പിൻകാലത്ത് യേശുദാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള യാത്രയിൽ 7 സ്വരങ്ങളും തഴുകിയുണർത്തിയ ഗന്ധർവ ഗായകന് ഇന്ന് ശതാഭിഷേകം. ഇന്ന് യേശുദാസ് എന്ന പേരില്ല, ഒരു രാഗമായി മലയാളി മനസ്സിനെ തഴുകുകയാണ്. ബാബുരാജ്, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, MK അർജുനൻ, രവീന്ദ്രൻ, ജോൺസൺ, P ഭാസ്കരൻ, ബൈലാർ, ONV, ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി കേശരി തുടങ്ങിയ പ്രതിഭാധന്മാർക്കൊപ്പം മികച്ച ഗാനങ്ങളിലൂടെ മലയാളികൾക്ക് മുമ്പിൽ യേശുദാസ് വന്നു. സമ്പൂർണ്ണ രാഗമാകാൻ കൊതിക്കുന്ന ഒരു സ്വരവും സാഗരമാകാൻ കൊതിക്കുന്ന ഒരു സൗവർണികയുമാണ് താനെന്നാണ് യേശുദാസ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ശരിയാണ്, ഒരു പൂവ് ചോദിച്ചാൽ പൂക്കാലം തരുന്ന ഗാനഗന്ധർവൻ. മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിയുന്ന കുറേ ഗാനങ്ങൾ സമ്മാനിച്ച ഗാനഗന്ധർവന്, ഞങ്ങളുടെ പ്രിയ ദാസേട്ടന് രാജ് ന്യൂസ് മലയാളത്തിൻ്റെ പിറന്നാൾ ആശംസകൾ.